പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. പ്രധാന സേവകൻ എന്നാൽ അഹങ്കാരമില്ലാത്തവനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പ്രവർത്തിക്കുന്നവനുമാകണമെന്ന് മോഹൻ ഭാഗവത്. തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും വിമർശനം. മണിപ്പൂർ കലാപത്തിൽ ആശങ്കയും മോഹൻ ഭാഗവത് ഉന്നയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഉൽപ്പാദിപ്പിച്ച ഒരു സംഘടനയുടെ തലവൻ മോഹൻ ഭാഗവത് പ്രധാന സേവകനെക്കുറിച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. പരോക്ഷമല്ല, അത് പ്രത്യക്ഷം തന്നെയാണ്. പ്രധാന സേവകൻ അഹങ്കാരമില്ലാത്തവനാകണം എന്ന് വെച്ചാൽ മോദി അഹങ്കാരമുള്ളവൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആൾക്കാർ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാകണം. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ എല്ലാം വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുകയാണ് മോഹൻ ഭാഗവത്. കഴിഞ്ഞ 10 വർഷക്കാലവും RSSനെ പോലും ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് മോദി നടത്തിയ ആ ഭരണകാലം അത് ഇനി നടക്കില്ല എന്ന ചെറിയ സൂചന കൂടി മോഹൻ ഭാഗവതിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ ആകുമോ? സിജു, തീർച്ചയായിട്ടും വലിയ വിമർശനം തന്നെയാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന ഒരു ഇത്തരത്തിൽ വലിയ ഒരു പരാമർശം BJPക്കെതിരെ മോഹൻ ഭാഗവത് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാന സേവകൻ എന്നാൽ അഹങ്കാരമില്ലാത്തവരാകണം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ, അതായത് വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. RSSന്റെ പേര് ആവശ്യമില്ലാത്ത തലത്തിൽ പല ചർച്ചകളിലേക്കും വലിച്ചിഴക്കപ്പെട്ടു എന്നതടക്കമുള്ള വിമർശനങ്ങൾ മോഹൻ ഭാഗവത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനു പുറമെ മണിപ്പൂർ വിഷയവും കൃത്യമായി തന്നെ മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നുണ്ട്. മണിപ്പൂർ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തന്നെ മാറ്റിവെച്ച് മണിപ്പൂരിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം മണിപ്പൂർ ഏറെക്കുറെ ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് മണിപ്പൂരിൽ കലാപം നടക്കുന്നു. ഈ തോക്ക് എത്തിയതോടു കൂടിയാണ് മണിപ്പൂരിൽ വലിയ തരത്തിലുള്ള കലാപങ്ങൾക്ക് തുടക്കമായത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ മാറ്റിവെച്ച് മണിപ്പൂരിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് എന്നൊരു കാര്യം കൂടി മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ മണിപ്പൂരിനെ കുറിച്ച് മോഹൻ ഭാഗവത് പറയുന്നത് പോലും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വിമർശനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം മണിപ്പൂരിൽ ഈ ഒരു കലാപം തുടങ്ങി ഇത്രത്തോളം ആളുകൾ മരിക്കുകയും ഇപ്പോഴും കലാപം തുടരുന്ന ഒരു സാഹചര്യമായിട്ട് പോലും ഒരു തവണ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് മണിപ്പൂരിൽ എത്രയും പെട്ടെന്ന് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തണം എന്നൊരു കാര്യം മോഹൻ ഭാഗവത് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുന്നത്. വിഷ്ണു, ഈ മോഹൻ ഭാഗവത് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഉപദേശവുമായി വരുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം മോഹൻ ഭാഗവത്തിനോടുണ്ട്. രാജ്യം ചോദിക്കുന്ന ചോദ്യമാണ്. മണിപ്പൂർ കത്തി തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി ഇപ്പോഴും അവിടെ അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടുമില്ല. ഇപ്പോഴാണോ മോഹൻ ഭാഗവത്തിന് തോന്നുന്നത് മണിപ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ളത്? നൂറുകണക്കിന് ആൾക്കാർ അവിടെ കത്തിയെരിഞ്ഞപ്പോൾ മോഹൻ ഭാഗവത്തിന് തോന്നാത്ത വിഷമമാണ് ഇപ്പോൾ 3ാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ വന്ന് പറയുകയാണ്, ഉപദേശിക്കുകയാണ് ഇനി മണിപ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നുള്ളത്. പക്ഷേ ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, RSSന് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല മോദിയുടെ ഈ പോക്ക്. കാരണം കഴിഞ്ഞ ഈ 2024 തെരഞ്ഞെടുപ്പിൽ മോദി ജയിച്ചു എന്ന് പറയുമ്പോഴും ഒരു പരാജയത്തിൻ്റെ മണമുള്ള വിജയമാണെന്നുള്ളത് RSSന് തന്നെ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അവർ എല്ലായ്പ്പോഴും വിജയം കണ്ടിരുന്ന ഉത്തർപ്രദേശിലടക്കമുള്ള വലിയ പരാജയങ്ങൾ, വലിയ തിരിച്ചടികളൊക്കെ RSSന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യമാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പ്രവർത്തിക്കുന്നവനാകണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് മോദി എടുത്ത നിലപാട് എന്തായിരുന്നു എന്നുള്ളത് രാജ്യം കണ്ടതാണ്. RSS അതിനൊക്കെ മൗനം ഒത്താശ ചെയ്തു കൊടുത്തതും കണ്ടതാണ്. ഇപ്പോൾ വലിയ ഉപദേശവുമായി വന്നിരിക്കുന്നത് കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്, പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. വിഷ്ണു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് RSS ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മുൻകാലങ്ങൾ കൂടി RSS അത്തരത്തിൽ വിലയിരുത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് BJPയും RSSും തമ്മിൽ അത്ര കണ്ട് അങ്ങോട്ട് സ്വരച്ചർച്ചയിലല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് RSSന്റെ പിന്തുണ വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു JP നദ്ദ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്
ഈ ഒരു RSSന്റെ പേര് അനാവശ്യമായി പല ചർച്ചകളിലേക്കും വലിച്ചിഴക്കപ്പെട്ടു എന്ന് കൂടി മോഹൻ ഭാഗവത് പറയുന്നത്. അതോടൊപ്പം തന്നെ അനാവശ്യമായി സാമൂഹിക വേർതിരിവുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു, അസത്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നും RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് കൃത്യമായി തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത്. പ്രധാന സേവകൻ എന്നാൽ അഹങ്കാരമില്ലാത്തവരും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പ്രവർത്തിക്കുന്നവരുമാണെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ച് മോഹൻ ഭാഗവതിന്റെ ഇത്തരം വിമർശനങ്ങളെ ഏത് തലത്തിൽ മുഖവിലക്കെടുക്കുമെന്നുള്ള കാര്യം കൂടി നോക്കിക്കാണേണ്ടതാണ്. സിജു, വിഷ്ണു, നമുക്കറിയാം ഈ RSSന്റെ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. അതിൻ്റെ ആ RSSന്റെയും സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാക്കപ്പിലാണ് BJP അധികാരത്തിൽ വരികയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ മോദി RSSന്റെ ബാക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞു കേടുകയും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് JP നദ്ദയുടെ ഇലക്ഷന് തൊട്ടുമുമ്പുള്ള ഒരു പ്രസ്താവന, RSS ഇല്ലെങ്കിലും BJP അധികാരത്തിൽ വരും എന്നുള്ളത്. അങ്ങനെ ഒരു പറച്ചിൽ RSSന് ഒരിക്കലും ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ട് തന്നെയാകണം വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ, ചില പ്രസ്താവനകൾ നടത്തിയത്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ മോദി പടർത്തിയ വിഷം കൃത്യമായി കണ്ടതാണ് രാജ്യം. അന്ന് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, അവർ ഈ രാജ്യത്ത് ഉള്ളവരല്ല എന്ന തരത്തിലൊക്കെ പറയുന്ന മോദിയെ കണ്ടതുമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് RSSന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, BJPക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ ഈ പോക്ക് അങ്ങനെ പോകേണ്ട എന്ന് മോഹൻ ഭാഗവത് പറയുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മോഹൻ ഭാഗവത് പലതരത്തിലുള്ള വിമർശനങ്ങൾ മോദിക്കെതിരെ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് RSSുമായിട്ട് പല തലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. കർഷക സമരത്തിൽ പോലും ഒടുവിൽ RSSന് BJPക്ക് ഒരു താക്കീത് നൽകേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ RSSനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ RSSന്റെ പിന്തുണ വേണ്ട എന്നുള്ളൊരു പ്രസ്താവന BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും എന്തായാലും പിന്നീട് അങ്ങോട്ട് ഉത്തർപ്രദേശിലടക്കം BJPക്ക് വലിയ തിരിച്ചടി തന്നെ ലഭിച്ച സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഇത്രത്തോളം വലിയ ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാന സേവകൻ അഹങ്കാരമില്ലാത്തവനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനുമാകണമെന്നാണ് മോഹൻ ഭാഗവത് RSS തലവൻ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.